Hello friends, welcome to Ammu's Mantra. ഇന്നൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് അമ്മൂസ് മന്ത്രയിലൂടെ ഷെയർ ചെയ്യുന്നത്. തൃശ്ശൂർ അങ്കമാലി ഭാഗങ്ങളിലൊക്കെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ മീൻ കറി ഭയങ്കര ഫേമസ് ആണ്. ആ മീൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. ചപ്പാത്തി, പൊറോട്ട, ചോറ് ഇതിൻ്റെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ മീൻ കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഏത് മീനാണോ മീൻ കറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് അത് നന്നായി കഴുകി നീറ്റാക്കി ആവശ്യമുള്ള വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കാളാഞ്ചി എന്ന് പറയുന്നൊരു മീനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മീൻ കറിക്ക് പുളി വേണം, കുടംപുളിയാണ് വേണ്ടത്. മീൻ കറിക്ക് ചേർക്കുന്ന കുടംപുളി അത് ഒരുപാടൊന്നും വേണ്ട, ഒരു ചെറിയ കഷ്ണം മതി. ആവശ്യത്തിനുള്ള കറിവേപ്പില വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം, 2 പച്ചമുളക് വേണം. അത് നമ്മൾ ജസ്റ്റ് നടുവേ കീറി എടുത്തിരിക്കുകയാണ്. ഇനി വേണ്ടത് ടൊമാറ്റോ ആണ്. തക്കാളി ജസ്റ്റ് വട്ടത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി ചേർക്കുന്നത് കൊണ്ട് പുളി നമുക്ക് കുറച്ച് മതിയാവും. തക്കാളി ഇഷ്ടമില്ലാത്തവർ തക്കാളി ചേർക്കണ്ട, പകരം പുളി ചേർത്താൽ മതി. നമുക്ക് മീൻ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാൽ നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാം. അതായത് മീൻകറിയുടെ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് തേങ്ങാപ്പാൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു അരമുറി തേങ്ങയുടെ 1/4 ഭാഗത്തോളം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് 3 പ്രാവശ്യം പാൽ പിഴിഞ്ഞെടുത്തതാണ്. 1-ാം പാൽ സെപ്പറേറ്റ് ചെയ്തൊന്നും വെക്കേണ്ട, 3 പ്രാവശ്യം പിഴിഞ്ഞ പാലും ഒരുമിച്ച് തന്നെ എടുത്തു വച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ മീൻകറി പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും മൺചട്ടിയിലാണ്. അപ്പം ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഈ മൺചട്ടിയിലേക്ക് നമുക്ക് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാനുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മുതൽ ഒരു 1/2 ടീസ്പൂൺ വരെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. ഒരു 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. 2 പച്ചമുളക് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കുക, കുറവുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം. 2 പച്ചമുളക് നടുവേ ജസ്റ്റ് കീറിയത് അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ കറിവേപ്പില ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് 2ആയിട്ട് കീറിയിട്ടിട്ട് ചേർക്കുക. ഇനി വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി നമുക്ക് ജസ്റ്റ് ഒന്ന് കല്ലിൽ വെച്ച് ചതച്ചിട്ട് ചേർക്കാം. കല്ലില്ലെങ്കിൽ ജസ്റ്റ് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്താലും മതി. ഒരുപാടങ്ങ് പേസ്റ്റ് ആവണ്ട, ഇഞ്ചി ഒന്ന് ചതഞ്ഞ് കിട്ടണം, അത്രയേ ഉള്ളൂ. സ്ലൈസ് ചെയ്തിട്ടാലും കുഴപ്പമില്ല, എനിക്കത് കടിക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചതച്ച് ചേർക്കുന്നത്. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. വെളിച്ചെണ്ണയുടെ കൂടെ നമുക്കൊരു ഇത്തിരി തേങ്ങാപ്പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് തേങ്ങാപ്പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ തേങ്ങാപ്പാൽ ഈ മിക്സിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. കൈകൊണ്ടാണെങ്കിൽ നന്നായിട്ട് ആ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ കറിവേപ്പിലൊക്കെ നന്നായിട്ട് ഞെരടി തേങ്ങാപ്പാലും ആ പൗഡറുകളും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ തേങ്ങാപ്പാലിൽ നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. നമുക്കപ്പോൾ ഈ സമയത്ത് കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി നന്നായിട്ട് കഴുകിയിട്ട് കൈകൊണ്ട് കീറിയെടുത്തതാണ്. കുടംപുളി നമ്മൾ കത്തിയൊന്നും വെച്ച് മുറിക്കരുത്, കൈകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകി കീറിയെടുത്താൽ മതി. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മീൻ കാളാഞ്ചി, അതിന് ദശക്കട്ടി കുറവുള്ള മീനാണ്. അതായത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. പെട്ടെന്ന് പൊടിയാൻ സാധ്യതയുള്ള മീനുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഇട്ടാൽ മതി. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ തിളയ്ക്കുമ്പോൾ ഈ തേങ്ങാപ്പാൽ പിരിഞ്ഞ പോലെ കാണാറുണ്ട്. അത് കണ്ട് പേടിക്കേണ്ട, ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതുപോലെ ദശക്കട്ടി മീനാണെങ്കിൽ തിളയ്ക്കാൻ നിൽക്കണ്ട, ഒന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് മീനിട്ട് കൊടുക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കരുത്. തേങ്ങാപ്പാലൊന്ന് തിളച്ചു, നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതാക്കിയിടാം. നമ്മളപ്പോൾ എല്ലാ മീനിൻ്റെ പീസസും ചേർത്ത് കഴിഞ്ഞു. നമുക്ക് ആ സ്പൂൺ കൊണ്ട് എല്ലാ പീസസും ഒന്ന് ആ ഗ്രേവിയിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കാം. നമുക്കിനി ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ചെറുതാക്കിയിടാം. നോൺ വെജ് വിഭവങ്ങൾ എപ്പോഴും ചെറിയ ഫ്ലെയിമിലിട്ട് വെന്ത് വരുന്നതാണ് നല്ലത്. അത് മാത്രമല്ല മീനിന് വലിയ വേവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും.
അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് ഫ്ലെയിം ചെറുതാക്കി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ്സ് മാക്സിമം, ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ മീൻ കറി റെഡിയാവും. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം തീ ചെറുതാക്കിയിട്ട് ഒന്ന് മൂടി വെച്ചു. ഒരു 5 മിനിറ്റായി. നമുക്കിനി ഈ സമയത്ത് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് കൂടി വെന്ത് കഴിയുമ്പം ഈ ടൊമാറ്റോസും കൂടി നന്നായിട്ട് വെന്ത് ഇതിൻ്റെ പുളിയൊക്കെ നമ്മുടെ മീൻ കറിയിലേക്ക് കിട്ടും. ടൊമാറ്റോയുടെ പുളി ഇഷ്ടമില്ലാത്തവർ ടൊമാറ്റോ ഇടണമെന്നില്ല. ഈ മീൻ വെന്ത ആ ടേസ്റ്റും കൂടി ടൊമാറ്റോയിൽ വന്നു കഴിയുമ്പം ആ ടൊമാറ്റോസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ മീൻ കറി നന്നായിട്ട് വെന്ത് നമ്മുടെ മീൻ കറിയുടെ ഗ്രേവിയൊക്കെ ആവശ്യത്തിന് തിക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്തിട്ട് ഒന്ന് ചട്ടി ചുറ്റിച്ച് കൊടുക്കുക. ഒരിക്കലും മീൻ കറി നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കരുത്. എല്ലാവർക്കും അറിയാമല്ലോ, മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് കൂടാനായിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക്, അതായത് വെളിച്ചെണ്ണ ചൂടാക്കാത്ത പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അതാണ് ഏറ്റവും ഹെൽത്തിയർ വേർഷൻ. പക്ഷേ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ടേസ്റ്റ് വൈസ് നോക്കിയാൽ കുറച്ചും കൂടി രുചിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞുള്ളി എടുത്ത് വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞ് ഈ വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കുക, ഒന്ന് ബ്രൗൺ കളറാക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിക്കുക. നമ്മൾ ഉള്ളി മൂപ്പിച്ചൊഴിക്കുക എന്ന് പറയും നാടൻ ഭാഷയിൽ. അങ്ങനെ ചേർത്താൽ ആ ഉള്ളി ആ വെളിച്ചെണ്ണയിൽ കിടന്ന മൂത്തതിൻ്റെ ഒരു രുചിയുമൊക്കെ വന്നിട്ട് നല്ലൊരു ഫ്ലേവറാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി, ഉള്ളി ഒന്ന് നല്ലപോലെ ബ്രൗൺ ആയി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ആ കറിവേപ്പിലയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് അതും കൂടി ചേർത്താൽ ആ കറിവേപ്പിലയുടെയും കൂടി ഫ്ലേവർ നമ്മുടെ മീൻ കറിയിലേക്ക് വരും. ഇതാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി ഹെൽത്ത് നന്നായിട്ട് കെയർ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ വെളിച്ചെണ്ണ ചൂടാക്കാതെ ഡയറക്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് ചൂടോടുകൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി വിതറി അടച്ച് വെക്കുക ഒരു 10 മിനിറ്റ്. അപ്പം ആ ചൂടായിട്ടിരിക്കുന്ന മീൻ കറിയിലൂടെ ആ വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ കറിവേപ്പിലയുടെയും കൂടിയൊക്കെ ഫ്ലേവർ ഇറങ്ങി നല്ല രുചിയാകും. അപ്പോൾ അതേ നല്ലപോലെ ഉള്ളി മൂത്ത് നല്ല ബ്രൗൺ കളറായി. നമുക്കത് നമ്മുടെ മീൻ കറിയിലേക്ക് ചേർക്കാം. ഉള്ളി ഞാൻ മൂപ്പിച്ചപ്പോൾ കറിവേപ്പില ഇടാൻ മറന്നുപോയി. കറിവേപ്പില നമ്മൾ ഉള്ളി മൂപ്പിക്കുമ്പോൾ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പം ചൂടോടുകൂടെ തന്നെ നമുക്ക് ആ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കി തുറന്നാൽ മതി. നല്ല മണവും രുചിയും പുളിയും ആവശ്യത്തിന് എരിവും ഒക്കെയുള്ള നല്ല മീൻകറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഈ മീൻകറി ഏറ്റവും ബെസ്റ്റാണ്. ഡിന്നറിന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഏറ്റവും നല്ല കോമ്പിനേഷനാണ്. അതുപോലെ പൊറോട്ടയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. നല്ലൊരു മീൻകറിയാണ്, എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പുളിക്ക് പകരം പച്ചമാങ്ങ, നല്ല പുളിയുള്ള പച്ചമാങ്ങ കിട്ടിയാൽ അതാണ് ഏറ്റവും നല്ലത്. ചിലർ പുട്ടിൻ്റെ കൂടെ ഈ മീൻകറി കഴിക്കും. അപ്പോൾ പുട്ട്, ചപ്പാത്തി, പൊറോട്ട, ചോറ് ഇതിൻ്റെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ മീൻകറി. അപ്പം ഈ മീൻകറി കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇതുപോലെ നല്ലൊരു റെസിപ്പിയും ടിപ്പും ഒക്കെ ആയിട്ട് അമ്മൂസ് മന്ത്രയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.